നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, അതായത് വാഹനം ഉപയോഗിക്കുന്ന എല്ലാവർക്കും വളരെ ഏറെ ഗുണമുള്ളൊരു കാര്യമാണ്. അത് വേറൊന്നുമല്ല, നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പ്രൈവസി. അത് മാത്രമല്ല, നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് വെയിൽ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഹീറ്റ് ഉള്ളിലോട്ട് കിടക്കും, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളിപ്പോൾ ചിന്തിക്കുമായിരിക്കും ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം കൂളിങ്ങിനെ കുറിച്ചല്ലേ, അല്ലെങ്കിൽ കൂളിംഗ് സ്റ്റിക്കർ ഒട്ടിക്കുന്നതിനെ കുറിച്ചല്ലേ. അല്ല, ശരിക്കും സൺ പ്രൊട്ടക്ഷൻ ഫിലിം നമുക്കിപ്പോൾ അവൈലബിൾ ആണ്, ചെയ്യാൻ സാധിക്കും. 50% സൈഡിൽ നമുക്ക് അലൗബിൾ ആണ്. പക്ഷേ എന്നാലും എൻ്റെ ചോദ്യം, ഈ 50% വെച്ച് കഴിഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രായമുള്ള ആൾക്കാരൊക്കെ രാത്രി റിവേഴ്സ് എടുക്കാനോ ഒക്കെ നോക്കുമ്പോൾ സൈഡിലത്തെ ഗ്ലാസ് അല്ലെങ്കിൽ ഈ ഗ്ലാസ് വിസിബിൾ അല്ലാതെ വരും, പിന്നെ താത്തിടേണ്ട ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് പറിച്ച് കളയാനോ അല്ലെങ്കിൽ മാറ്റാനോ കാര്യങ്ങളൊന്നും സാധിക്കത്തില്ല. മഴയുള്ള സമയത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണ്, അതാണ് നമ്മളിന്നിപ്പോൾ പറയാൻ പോകുന്നത്. ഈ കാണുന്നൊരു മോഡൽ, ഇത് പറയുന്നൊരു ബ്രാൻഡിൻ്റെയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊരു സൺ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രൈവസിക്ക് വേണ്ടിയിട്ടും, അതായത് ഒരുപാട് കാര്യങ്ങൾ, ബേബി ഫീഡിങ്, റെസിസ്റ്റ്, UVI, ഫാമിലി പ്രൈവസി, ഗുഡ് വിസിബിലിറ്റി, കൂൾ AC, ഈസി ഫിക്സ് ഫോൾഡിങ്, വളരെ സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യാം, സേഫ് പാർക്കിംഗ്, ഡൈൻ ഔട്ട്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നൊരു മോഡലാണ്. ഈ ഒരു മോഡലാണ് നമ്മളിന്നിപ്പോൾ യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സെലീറിയോ വാഹനത്തിന്. പിന്നെ ഒരു കാര്യം കൂടെ, ഇത് എല്ലാ വാഹനത്തിനും സെയിം തന്നെയല്ല, ഓരോ വാഹനത്തിനും മാറിക്കൊണ്ടിരിക്കും. അതായത് ആ വാഹനത്തിൻ്റെ ഷേപ്പിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Tech Explore. ഓക്കെ, അപ്പോൾ നമുക്കിവരൊന്ന് പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. യെസ്, അപ്പം നമ്മളിത് തുറക്കുകയാണ്. പഴയ കാലത്ത് അല്ലെങ്കിൽ നമ്മളൊക്കെ പണ്ട് വെച്ചുകൊണ്ടിരുന്ന ടൈപ്പ് പോലെ വാക്യൂം ക്ലിക്ക് ഒട്ടിച്ച് അല്ലെങ്കിൽ ഇച്ചിരി വെള്ളമൊക്കെ വെച്ച് ഒട്ടിക്കേണ്ട കാര്യമില്ല. ഇതിന് ഇതിൻ്റേതായ ഫിക്സിങ് രീതിയുണ്ട്. ആദ്യത്തെ വരുന്നത് നമ്മുടെ പ്രോഡക്റ്റുകളാണ്. പിന്നെ ഇത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബാഗ്, ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഒരു കോട്ടൺ ബഡ്സ് വരുന്നുണ്ട്, 2 ക്ലീനിങ് സൊല്യൂഷൻ വരുന്നുണ്ട്, ഈ അഡിറ്റീവ്സ് കളയാൻ വേണ്ടി, പക്ഷേ കളയാൻ വേണ്ടിയുള്ള ലിക്വിഡ് വരുന്നുണ്ട്. നല്ലൊരു കാര്യം കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ക്ലീനിങ് സൊല്യൂഷനും വരുന്നുണ്ട്, ക്ലിപ്സും വരുന്നുണ്ട്. ഈ ക്ലിപ്പ് എവിടേക്കാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് വളരെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കി നമുക്ക് പെട്ടെന്ന് നമ്മുടെ വാഹനത്തിലൊന്ന് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. C5, യെസ്, ഇത് ഏറ്റവും ബാക്കി വരുന്നത് ഡിക്കിയിൽ വരുന്ന ഗ്ലാസിൻ്റെയാണ്, അതായത് അപ്പർ പോർഷനും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പർ ഓക്കെ. ഇപ്പോൾ ഞാൻ രാജാജിയുടെ കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് തുറന്ന് നോക്കാം. ഇത് ബാക്ക് സൈഡിൽ വരുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കി. ഇത് നമ്മുടെ ഡ്രൈവർ സൈഡാണ് വരുന്നത്. നമുക്ക് ഓരോന്നും അഴിച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പിനുള്ള കറക്റ്റ് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇപ്പം നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു C5 കാണാം, C5 കാണാം, C2 കാണാം. ഈ ക്ലിപ്പിനകത്ത് ഓരോന്നും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. C1, C2, C3, C4, C5 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണ്ടത് C5 ആണ് മേളിൽ കൊടുക്കേണ്ടത്. ഈ ഒരു ക്ലിപ്പാണ് C5 വരുന്നത്. ഇവിടെ C2 വരുന്നത് ജസ്റ്റ് ഒന്ന് പറിച്ച് നോക്കിയതാണ്. അപ്പോൾ ആദ്യം നമ്മളിത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. അതിനുശേഷം എവിടെയാണ് C2ൻ്റെ ക്ലിപ്പ് വരുന്നത് ആ ഭാഗത്ത് അവിടെ ഒട്ടിച്ച് വയ്ക്കുക. അതെ, ഈ കാണുന്നതാണ് ഒരു ക്ലിപ്പ്. ഇത് C2 ആണ്. C2 വേണ്ട ഇവിടെ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ഒട്ടിച്ച് വെക്കണം. ഇങ്ങനെ ലോക്കായിരുന്നുള്ളൂ, കണ്ടോ, ഇത് അനങ്ങത്തില്ല, ലോക്കായിരുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ രീതിക്ക് ഇവിടെ വരുമ്പോൾ ഇതിങ്ങനെ ഇരുന്നോളും. ഈ ഒരു പോർഷൻസ് നല്ല രീതിക്ക് നീറ്റായിരിക്കണം. ഇതാണ് ആ ക്ലീനിങ് സൊല്യൂഷൻ. എവിടേക്കാണ് ഒട്ടിക്കുന്നത് അവിടെ നമ്മൾ ക്ലീൻ ചെയ്യണം. ഇതാണ് ക്ലിപ്പ് 5 വരുന്നത്. ഈ മേളത്തെ പോർഷൻ, അതായത് ഇവിടെ വരുന്ന റബ്ബറിൻ്റെ പോർഷനിലാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഇങ്ങനെയാണ് ഇത് പിടിച്ചിരിക്കുന്നത്, കണ്ടോ, ഈ ഒരു പൊസിഷനിലാണ് പിടിച്ചിരിക്കുന്നത്. ഈ ക്ലീനിങ് ലിക്വിഡ് ഇതിനകത്തോട്ടൊരല്പം ചെയ്തേറ്റം ഇവിടെ താഴെയും ഈ പോർഷനും ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും ഇവിടുത്തെ റബ്ബർ പോർഷൻസാണ് നീറ്റായിട്ട് ഞാനൊന്ന് ക്ലീൻ ചെയ്യുന്നത്. ഇത് 5 ആണ് വരുന്നത്. ഇനി C2 കൂടെ ഞാൻ എടുക്കട്ടെ. ഇതിൻ്റെ ലെവലും കൂടെ നോക്കിക്കോണം. ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇവിടെയും ഈ ഒരു ലെങ്തും കൂടെ നോക്കിയിട്ട് ഇവിടെയും കൂടെ വരണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവനെ ഇങ്ങോട്ട് പിടിപ്പിക്കാം. ഇനി അത് ഈ ഒരു പൊസിഷൻ നോക്കി ഞാൻ ഇവിടെ ഒട്ടിക്കുകയാണ്. ഓക്കെ, നമ്മളിവിടെ ആ ക്ലീനർ ഇട്ടിപ്പോൾ ക്ലീൻ ചെയ്തായിരുന്നു. ഒരല്പം കൂടി ഇങ്ങോട്ട് മാറേണ്ടായിരുന്നു, ഒരല്പം അങ്ങനെ ആയിപ്പോയി, പ്രശ്നമില്ല. ഓക്കെ, ഈ ഒരു ഗ്യാപ്പ് നോക്കി ഇവിടെ മേളിൽ കൊടുക്കേണ്ടത് എവിടെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അതായത് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണോ. അപ്പോൾ ഈ ഒരു പോർഷൻ ഓക്കെയാണ്, ഞാൻ നോക്കിയിടത്തോളം ഓക്കെയാണ്. തിരിച്ച് നമുക്ക് ഊരുമ്പോൾ ഈ സൈഡിൽ നിന്ന് ഊരിയിട്ട് താഴെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെയും കൂടെ ഇത് സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ്. നമുക്ക് ഏകദേശം ഈ ഒരു പോർഷൻ്റെ തൊട്ടിപ്പുറ ഇവിടെയാണ് നമ്മളിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ഒട്ടിക്കട്ടെ. ഇതും കഴിഞ്ഞ് ഈ ഒരു ലെങ്ത് നോക്കി നമ്മൾ ഈ ഒട്ടിച്ചതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ ഞാൻ ഇവിടെയും കൂടെ അടുത്ത ഒരെണ്ണം ഒട്ടിക്കാൻ പോകും. അപ്പോൾ ഞാൻ ഏതായാലും 4 ഒട്ടിക്കട്ടെ. ഒന്ന് ഇവിടെ, 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 ഇത്ര ഒന്ന് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മളത് ഫുള്ള് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഇപ്പം ഈ ഒരു പോർഷൻ, അതായത് ഇത്ര ഒരു പോർഷൻ കവേർഡാണ്, ഇത്ര ഒരു പോർഷൻ ഓപ്പൺ ആണ്. ഇത് നല്ലൊരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് മിറർ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കിലത്തെ സൈഡ് ഫുൾ ഏരിയ കവേർഡാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഞാൻ നേരത്തെ പിടിപ്പിച്ചപ്പം കാണിച്ചതാണ്. ഈ ഒരു സൈഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്.
ഈ ഒരു സൈഡ് വരുമ്പോഴത്തേക്കും നമുക്കത് ഇതിനകത്തൂടെ നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് പറിച്ച് കളയാം കേട്ടോ. ഇതൊക്കെ നമുക്ക് ശരിക്കും ക്ലിപ്പിൻ്റെ നമ്പർ മാത്രമേ ഉള്ളൂ. ബാക്കിലാണെങ്കിലും നമുക്കൊരു ഫുൾ ക്ലോസ്ഡ് ആയിട്ട്, അതായത് ഫ്രണ്ടിൽ നിന്നൊക്കെ വരുന്ന നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ഒരാൾ വന്നാൽ പോലും ഈ വാഹനത്തിനകത്തോ അല്ലെങ്കിൽ ഡിക്കിക്കകത്തിരിക്കുന്ന കാര്യങ്ങളൊന്നും കാണത്തില്ല. അത് നല്ല രീതിക്ക് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് വാഹനത്തിനകത്ത് കയറി ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പം ഞാനിത് ഫിറ്റ് ചെയ്ത് ഒരു 2 ദിവസം ഓടിച്ച് നോക്കിയായിരുന്നു. ഇപ്പം ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും 2 കാര്യങ്ങളൂടെ ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഈ ഒരു കർട്ടൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ബ്ലൈൻഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീഡിങ് പർപ്പസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വളരെ അടിപൊളിയാണ്. കാരണം പുറത്തുനിന്ന് ഒരു ആക്സസ് ഒരാൾക്ക് പോലും നമ്മളെ കാണാൻ സാധിക്കില്ല. ഈ കൂളിംഗ് ഫിലിം ഒട്ടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ബ്ലൈൻഡ്സ് വരുന്ന സമയത്ത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ അതുപോലെ തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയാം. ഇത് ഒരു കാരണവശാലും നമ്മൾ രാത്രി യൂസ് ചെയ്യാൻ പാടില്ല. അതായത് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ റോഡിലോട്ടുള്ള വിസിബിലിറ്റി ഇപ്പോൾ ഇത്രയും വെട്ടം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും എങ്ങനെയുണ്ട് അതിൻ്റെ രീതി എന്നുള്ളത്. പക്ഷേ രാത്രി ആകുമ്പോഴത്തേക്ക് നമുക്ക് വഴിയോ അല്ലെങ്കിൽ സൈഡിലൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കണമെങ്കിൽ പോലും ഭയങ്കര ബുദ്ധിമുട്ട് വരും. അന്നേരം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് ഊരി മാറ്റേണ്ടി വരും. കണ്ടോ, ഇതുപോലെ ഊരി മാറ്റി ചെരിച്ച് ഇങ്ങനെ മടക്കി വെച്ചും ഈ സൈഡിലോട്ട് വയ്ക്കാം. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നമുക്ക് വയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വിഷൻ കിട്ടും. ഇത് ശരിക്കും അലൗഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യം, അതായത് ഫീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും സൺബേൺസ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് ശരിക്കും യൂസ്ഫുള്ളാണ്, വളരെ യൂസ്ഫുൾ തന്നെയാണ്. ഫ്രണ്ടിലത്തെ ഇത്രയും പോർഷൻ നമുക്ക് കാണത്തില്ലെങ്കിൽ പോലും ബാക്കിലത്തെ സൈഡ് ഫുള്ളി കവേർഡാണ്. നമുക്ക് കാണാൻ സാധിക്കുന്നത് റൈറ്റ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ഇതുപോലെ ഫുൾ കവേർഡാണ്. ഈ ഒരു സമയത്ത് അതായത് നല്ല വെട്ടമുള്ളതുകൊണ്ടാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. പക്ഷേ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ വാഹനത്തിനകത്ത് ഒട്ടും വിസിബിലിറ്റി കിട്ടുന്നതായിരിക്കും. ഏതായാലും സംഗതി കൊള്ളാം. മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ നമ്പർ കൂടെ കൊടുത്തേക്ക്. അവരൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, അതായത് ഓരോ വാഹനത്തിനും ഓരോ രീതിക്കാണ് ഇത് വരുന്നത്. ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന സെലീറിയോ വാഹനത്തിൻ്റെ തന്നെയാണ്. എന്നാൽ ഇത് ഏകദേശം 3000 രൂപ റേഞ്ചോളം വരുന്നുണ്ട്. കൃത്യമായിട്ടുള്ളൊരു ഓഫർ പ്രൈസും കാര്യങ്ങളൊക്കെ അവർ തന്നോളും. അതിനകത്തുള്ള നമ്പറും കൂടി ഞാൻ കൊടുത്തേക്കാം.